വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. നിലമ്പൂർ നഗരസഭയിൽ LDF സീറ്റ് വിഭജനം പൂർത്തിയായി. പ്രഖ്യാപനം നാളെ. ധാരണ പ്രകാരം CPM 28, CPI 5, NCP 1, നാഷണൽ ലീഗ് 1, കേരള കോൺഗ്രസ് M 1 എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. ജനാധിപത്യ കേരള കോൺഗ്രസ്, ജനതാദൾ S കക്ഷികൾക്ക് ഇക്കുറി സീറ്റില്ല. LDF ഘടകകക്ഷികൾക്ക് 2020 നൽകിയ വാർഡുകൾ ഇക്കുറിയും നൽകണമെന്നതായിരുന്നു ധാരണയെങ്കിലും ജനാധിപത്യ കേരള കോൺഗ്രസും ജനതാദൾ Sഉം മത്സരിച്ച സീറ്റുകളിൽ ഇക്കുറി CPM മത്സരിക്കും. 33 ഡിവിഷനുകൾ ഉണ്ടായിരുന്നത് 36 വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 2020 4 ഡിവിഷനുകളിൽ മത്സരിച്ച CPIക്ക് 1 ഡിവിഷൻ കൂടി അധികമായി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPI 5 ഡിവിഷനുകളിൽ മത്സരിക്കും. നിലമ്പൂർ നഗരസഭയിൽ തുടർഭരണം ലക്ഷ്യമിട്ടാണ് LDF ഇക്കുറി മത്സരത്തിനിറങ്ങുക. 2020 LDF വികസന മുന്നണിയായാണ് മത്സരിച്ച് ഭരണം പിടിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ തുടർഭരണം ഉറപ്പാക്കുക LDFന് മുന്നിലെ വലിയ വെല്ലുവിളിയാകും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത പ്രഹാരമാണ് നിലമ്പൂർ നഗരസഭയിലുണ്ടായത്. 3996 വോട്ടുകളുടെ ലീഡാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് ലഭിച്ചത്. PV അൻവർ LDF വിട്ടതും LDFന് വെല്ലുവിളിയാണ്. കൂടുതൽ ജയസാധ്യതയുള്ളവരെയാണ് ഇക്കുറി സ്ഥാനാർത്ഥികളാക്കുക. ഇതിലൂടെ തുടർഭരണം ലക്ഷ്യമിടുകയാണ് LDF. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.